വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗോള ദക്ഷിണേന്ത്യയുടെ അഭിലാഷങ്ങൾക്ക് ശബ്ദം നൽകുന്നതിനുമുള്ള ഒരു പ്രധാന വേദിയായി ബ്രിക്സ് ഉയർന്നു വന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായും പ്രതിനിധി സംഘ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ചകൾ. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൗറോ വിയേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാഖ്ചി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാർജ്ജനം എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോൾ ചർച്ചകളൊക്കെ തുടർന്നു പോവുകയാണ്. വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ആഗോള ദക്ഷിണേന്ത്യയുടെ അഭിലാഷങ്ങൾക്ക് ശബ്ദം നൽകുന്നതിനുമുള്ള ഒരു പ്രധാന വേദിയായി ബ്രിക്സ് ഉയർന്നു വന്നിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായും പ്രതിനിധി സംഘ തലവന്മാരുമായും ഒക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടന്നിരുന്നത്. എന്തായാലും ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൗറോ വിയേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാഖ്ചി തുടങ്ങിയവരൊക്കെയും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കുള്ള നിർമ്മാണം എന്നതൊക്കെയാണ് ഈ യോഗത്തിന്റെ പ്രധാന പ്രമേയമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്.